അനുചേട്ടൻ തീരെ പ്ലാൻ ചെയ്യാതെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിരിക്കും, അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു നാടക കളരിയുടെ ഒരു പരിസരത്താണ് നമ്മൾ വളർന്നതൊക്കെ. ആക്ടറിൻ്റെ കൊച്ചുമകനാണ്. അപ്പം കാരണം ഞാൻ അപ്പൂപ്പനെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ മേഖലയല്ല സിനിമ, അല്ലെങ്കിൽ എനിക്ക് അഭിനയം താല്പര്യമില്ല എന്നുള്ളൊരു പറ്റില്ല. അതാണ് സിനിമയുടെ ഒരു ഗുണം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് റിപ്പീറ്റായിട്ട് കാണാൻ പറ്റും. റാംജി റാവു ഒക്കെ റിലീസാവുന്ന സമയത്ത് എനിക്കൊന്ന് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൗതുകത്തിൻ്റെ വേറൊരു വശം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഫ്രണ്ട്സ് സംസാരിക്കുന്നത് അമ്മാവനാണ്, അല്ലെങ്കിൽ എന്നു മുതലായിരിക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പല വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം വില്ലനിസം ആണെങ്കിലും കോമഡി ആണെങ്കിലും. അങ്ങനെ ഫസ്റ്റ് ഡേ എൻ്റെ കോസ്റ്റ്യൂം മുണ്ടാണ്. ഞാനന്ന് എനിക്ക് മുണ്ടെടുത്ത് ശീലമൊന്നുമില്ല. അതിനകത്ത് ഞാൻ ഓക്കെ പറയുന്നത് തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു. കാരണം ഞാൻ അമ്മയും എല്ലാവരും ഉണ്ട് ആ ലൊക്കേഷനിൽ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അച്ഛനും ചേട്ടനും അമ്മയും അമ്മാവനും ഒക്കെ ചട്ടമ്പിനാട് ലൊക്കേഷൻ പളനിയിലാണ്. രാത്രി ലാസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂമിൽ നിൽക്കാം. ഫുൾ ഡേ ഞാൻ വിറച്ചിട്ട് ഞാനിത് ഓടണോ വെച്ചാൽ ഇവിടുന്ന് മുങ്ങിയാലോ എന്നൊക്കെ വരെ ആലോചിച്ച് നിന്നിട്ടാണ് ലാസ്റ്റ് ഷോട്ട് അതാണ്. പക്ഷേ അത് ആദ്യത്തെ ടേക്ക് ഓക്കെ ആയില്ല. എനിക്കത് രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ആയപ്പോഴത്തേക്ക് പേടി കാരണം ഈ വരികളൊക്കെ തെറ്റിപ്പോയായിരുന്നു. നമസ്കാരം. കാക്ടസ് മീഡിയയിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് ചട്ടമ്പിനാട് മുതൽ വിലായത്ത് ബുദ്ധ വരെ ഉള്ള സിനിമകളിലൂടെ നമുക്ക് സുപരിചിതനായ അനു മോഹനാണ്. അനുചേട്ടാ നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമുക്ക് വിലായത്ത് ബുദ്ധയെന്ന് തുടങ്ങാൻ തോന്നുന്നു. വിലായത്ത് ബുദ്ധയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സിനിമ. എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അതിൻ്റെ ഒരു റിസപ്ഷനൊക്കെ കണ്ടിട്ട്? വലിയ സന്തോഷമാണ്. കാരണം അയ്യപ്പനും കോശിയും കഴിഞ്ഞ് എനിക്കൊന്നൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അതിലേക്ക് ഞാൻ ഇന്നായൊരു സിനിമയാണ്. അന്ന് സച്ചിയേട്ടൻ എഴുതാനിരുന്ന സിനിമയായിരുന്നു. പിന്നെ സച്ചിയേട്ടൻ്റെ മരണമൊക്കെ വന്ന് അങ്ങനെ കുറച്ച് ഡിലേ ആയി. പിന്നെ കോവിഡ് പരിപാടികൾ കഴിയുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാളിന് ശേഷമാണ് സത്യം പറഞ്ഞ വിലായത്ത് ബുദ്ധ ഷൂട്ട് തുടങ്ങുന്നത്. പക്ഷേ അന്നു മുതൽ നമ്മൾ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഈ ടീമിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് മനസ്സിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന നമ്മളുടെ ഒരു സ്വന്തം സിനിമ എന്ന് തോന്നുന്ന ചുരുക്കം സിനിമകളിലൊന്നാണ് വിലായത്ത് ബുദ്ധ. അപ്പം അത് വർക്ക് ചെയ്ത കാലയളവും ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മളൊരു 4 വർഷത്തോളം എടുത്തു. അത് സിനിമയുടെ വലിപ്പം കൊണ്ടൊന്നല്ല, അത് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണവും ഡേറ്റ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണവും ഒരു 4 വർഷം എടുത്തു അത് കംപ്ലീറ്റ് ചെയ്യാൻ, പല പല ഷെഡ്യൂളുകളായിട്ട്. അപ്പോൾ ഈ 4 വർഷവും നമ്മൾ മറയൂർ യാത്രയും വരും. അങ്ങനെ ഒരു വീട് പോലെയായി, ഒരു സ്വന്തം നാട് പോലെയായി മറയൂർ. അപ്പം അത്രയും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് അത്രയും സിങ്കായി, കഥാപാത്രവുമായിട്ട് അത്രയും സിങ്കാവാൻ പറ്റി. നല്ല എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു സച്ചിയേട്ടൻ വിലായത്ത് ബുദ്ധയെക്കുറിച്ച് ആലോചിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽക്കേ അനുചേട്ടൻ അറിയാം എന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ്, അങ്ങനെ സിനിമയുടെ ഡിസ്കഷൻസ് ഞാൻ അന്ന് ലൊക്കേഷൻസിലൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഞാനതിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ജയൻ ചേട്ടൻ വിളിച്ചിട്ട് അനി എന്ന് പറയുന്ന ക്യാരക്ടർ നീയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിലേതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. പ്രതീക്ഷിച്ച പോലെ തന്നെ ജയൻ വിളിക്കുന്നു. അപ്പം ആ ഒരു എന്നെ വിളിച്ച സമയം പോലെ എനിക്കറിയുള്ളൂ. അതിന് മുന്നേ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു അവരുടെ, അത് എനിക്കറിയില്ല. ഇല്ല, അത്തരം ഡിസ്കഷൻസിലൊന്നും ഉണ്ടായിട്ടില്ല അന്ന്. ഇല്ല എന്നുണ്ട്. അപ്പോൾ അനുചേട്ടൻ തീരെ പ്ലാൻ ചെയ്യാതെ സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. ഒരു ജനിച്ചപ്പം മുതൽ സിനിമ എന്ന് പറയുന്ന പ്രൊഫഷൻ, അച്ഛനായാലും അമ്മയായാലും അപ്പൂപ്പനാണെങ്കിലും അമ്മാവനാണെങ്കിലും അങ്ങനെ എല്ലാവരും സിനിമയും ലൊക്കേഷനും അങ്ങനെ എല്ലാ തരത്തിലും സിനിമ മാത്രം കണ്ട് സിനിമയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ വളർന്നു വന്ന ഒരാളാണല്ലോ. അപ്പം ഒരിക്കൽ പോലും എന്തുകൊണ്ടായിരിക്കും അത്തരം ഒരു എൻ്റെ മേഖലയല്ല സിനിമ, അല്ലെങ്കിൽ എനിക്ക് അഭിനയം താല്പര്യമില്ല എന്നുള്ളൊരു ചിന്ത എന്തായിരിക്കും അങ്ങനെ ഉണ്ടായത്? എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഞാൻ സിനിമയേക്കാൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നാടകങ്ങളാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും അന്ന് സ്വന്തം ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അച്ഛന് സ്വന്തം ട്രൂപ്പുണ്ട്. അപ്പം റിഹേഴ്സൽ ക്യാമ്പൊക്കെ നമ്മളുടെ വീടിനടുത്തായിരിക്കും. അപ്പോൾ അത് അവിടെ ഒരു ബഹളമാണ്. ഇതേപോലെ 2-3 മാസക്കാലം എല്ലാ ആർട്ടിസ്റ്റുകളുണ്ടാവും, ടെക്നിക്കൽ ആൾക്കാരുണ്ടാവും, ഇവരുടെ റിഹേഴ്സൽസ് നടക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിരിക്കും, അങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു നാടക കളരിയുടെ ഒരു പരിസരത്താണ് നമ്മൾ വളർന്നതൊക്കെ സ്കൂളിൽ. പക്ഷേ ഈ പറയുന്നത് പോലെ കുഞ്ഞിലെ എനിക്ക് ഭയങ്കര ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരു ആളായിരുന്നു. ജനറ്റിക്കലി ഞാൻ അങ്ങനെയാണ്. കാരണം ചേട്ടൻ നേരെ ഓപ്പോസിറ്റാണ്. ചേട്ടന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിനകത്ത് ഭയങ്കര വർഷങ്ങൾ പരിചയമുള്ള പോലെയാണ് സംസാരിക്കുക. അപ്പോൾ അത്രയും പെട്ടെന്ന് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ചേട്ടന് സ്വഭാവം അങ്ങനെയാണ്.
ഞാൻ നേരെ തിരിച്ചാ. ഞാൻ അങ്ങനെ ആരടുത്തും മിണ്ടാതെ ഒത്തിരി introvert ആയിരുന്നു. പരിപാടിയായിരുന്നു കുഞ്ഞിലെ. അതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കയറി നിന്ന് കുറേ ആൾക്കാരെ ഫ്രണ്ടിൽ കാണുമ്പോൾ എനിക്ക് കൈയും കാലമൊക്കെ വിറയ്ക്കുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കൂളിലും ഈ പറയുന്ന പോലെ ആർട്സ് ഡേക്കൊന്നും ഒരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല. ഇത്രയും വർഷം ഞാൻ 12 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് ഒരിക്കൽ പോലും ഞാൻ സ്റ്റേജിൽ കയറി ഒന്നും പെർഫോം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം. അപ്പം എനിക്ക് എൻ്റെ ചിന്തകൾ അങ്ങനെയാണ്. അഭിനയം ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും അപ്പൂപ്പൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അമ്മയച്ഛൻ്റെ നാടകങ്ങൾ ചെയ്യുന്നു, അമ്മാവൻ സിനിമ ചെയ്യുന്നു, കുറേ കാലം കഴിഞ്ഞപ്പോൾ അമ്മ സിനിമ ചെയ്യുന്നു. അപ്പം മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ വളർന്നുകൊണ്ട് എനിക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയില്ല. പക്ഷേ സിനിമയിൽ ലൊക്കേഷൻസ് ചിലപ്പോൾ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ സൈഡായിരുന്നു. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്യാമറാമാൻ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമാറ്റോഗ്രാഫർ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർട്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ജോലികളൊക്കെ എനിക്ക് ഭയങ്കര അതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളായിരുന്നു. അവരുടെ സെറ്റ് വർക്ക് ആണെങ്കിലും ഞാൻ പടം വരയ്ക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് സ്കൂളിൽ ഈ പറയുന്ന ഡ്രോയിങ് കോമ്പറ്റീഷൻ അല്ലാണ്ട് ഞാൻ വേറെ ഒരു പരിപാടിക്കും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളായിരുന്നു കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ച് പ്രൊഡക്റ്റ് ഡിസൈനറായിട്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ചട്ടമ്പിനാടിൽ അഭിനയിക്കേണ്ടി വന്നതും. പിന്നെ ഈ പറയുന്ന ആദ്യത്തെ ഒരു 2 സിനിമ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഷെല്ല് ബ്രേക്ക് ആവുക എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അത് ഇഷ്ടക്കേടല്ല, എൻ്റെ ഭയം കൊണ്ടാണ് ഞാൻ അന്ന് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ആ ഒരു ഷെല്ല് ബ്രേക്ക് ആയപ്പോൾ നല്ല രസമുള്ളൊരു പ്രോസസ്സാണ്. എൻജോയ് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ ആളുകളാണ്, ഓരോ കഥാപാത്രങ്ങളാണ്. ഭയങ്കര ഒരു പുതുമയാണ് നമ്മുടെ ആ ഒരു ജോലി എന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആണ് പിന്നെ അഭിനയത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. തീവ്രം ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇതാണ് എൻ്റെ വഴി എന്ന് സ്വയം തീരുമാനം. ശരി, അപ്പോഴാണ് ആ ഒരു ഇതുണ്ടായത്. മലയാള സിനിമയിൽ തന്നെ വളരെ പ്രതിഭയായ ഒരു ആക്ടറിൻ്റെ കൊച്ചുമകനാണ്. അപ്പം പിന്നെ അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ ആ ലെഗസിയുടെ ഭാഗമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു അഭിനയം എന്ന് പറയുന്ന മേഖലയിലേക്ക് വരുമ്പോൾ അതൊരു ഉത്തരവാദിത്വം കൂടി ആവുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. അങ്ങനത്തെ ഒരു ആ പേര് സ്വാഭാവികമായിട്ടും. കാരണം ഞാൻ അപ്പൂപ്പനെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കൊന്ന് ചേട്ടന് 1 വയസ്സാകാറാവുമ്പോഴാണ് അപ്പൂപ്പൻ മരിക്കുന്നത്. അപ്പൂപ്പൻ്റെ സിനിമകളാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അമ്മൂമ്മ പറഞ്ഞു തന്ന കഥകളും അമ്മ പറയുന്ന അപ്പൂപ്പൻ്റെ കഥകളും വീട്ടിലെ കാര്യങ്ങളും അങ്ങനത്തെ കേട്ടറിവും, പിന്നെ സിനിമയിൽ ഭയങ്കര ലൈവായിട്ട് നമ്മൾ ജീവനോടെ കണ്ടതുപോലെയാണ് നമ്മൾ സിനിമയിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അതാണ് സിനിമയുടെ ഒരു ഗുണം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് റിപ്പീറ്റായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരാൾ മനസ്സിൽ ഭയങ്കര ലൈവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ലൊക്കേഷനിൽ ഞാൻ അഭിനയം തുടങ്ങുമ്പോഴാണ്, ആദ്യത്തെ ചട്ടമ്പിനാട് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ ഓർക്കുട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും വന്ന് സംസാരിച്ച് തുടങ്ങുന്നത് അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ മുതലാണ്. അപ്പൂപ്പൻ അങ്ങനെയായിരുന്നു, അപ്പൂപ്പനായിട്ട് അങ്ങനെ പരിചയമുണ്ട്, ഞങ്ങൾ അന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മാവനിലേക്ക് വരും, അമ്മയിലേക്ക് വരും, ചേട്ടനിലേക്ക് വരും, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തമ്മിലുള്ളൊരു ഡയറക്റ്റ് കോൺവെർസേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കര തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഇനി ചെയ്തത് കുളമായി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേര് ഞാൻ കളയുമോ എന്നുള്ളൊരു ചിന്ത അന്നത്തെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 സിനിമ കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഭയം ഒക്കെ അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൻ്റെ റിസൾട്ടായിരിക്കും വരിക. പക്ഷേ അത് ഈ ഒരു അഭിമാനമാണ്. നമ്മൾ എവിടെ ചെന്നാലും അപ്പൂപ്പനെ റെക്കഗ്നൈസ് ചെയ്യുക, അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ. ഇപ്പം കൊട്ടാരക്കര എന്ന് പറയുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിനെയും അറിയപ്പെട്ടിരുന്ന കൊട്ടാരക്കര എന്നായിരുന്നു. അപ്പോൾ എന്തായിരുന്നു കൊട്ടാരക്കര ഓർമ്മകൾ? അല്ലെങ്കിൽ ശരിക്കും അമ്മ വീടാണ് കൊട്ടാരക്കര. കാരണം ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ അച്ഛൻ്റെ വീട്ടിലാണ്. അതൊരു എനിക്കൊന്നൊരു 10-35 കിലോമീറ്ററേ ഉള്ളൂ. കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. കരുനാപ്പള്ളിയും കൊട്ടാരക്കരയും തമ്മിൽ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം അവധി ദിവസങ്ങളൊക്കെ മിക്കവാറും നമ്മൾ അമ്മയുടെ വീട്ടിലോട്ട് പോകും. അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അമ്മൂമ്മയുള്ള ഉണ്ടായിരുന്നു തറവാട്ടിൽ. അപ്പോൾ അവിടെ പോവും. വെക്കേഷനാണ് നമ്മുടെ ഓർമ്മ. കൊട്ടാരക്കര എൻ്റെ ഓർമ്മ ഫുൾ വെക്കേഷനാണ്. ശരി. പിന്നെ കൊട്ടാരക്കര അമ്പലത്തിൽ ഉത്സവ സമയത്ത് അവിടെ ഉണ്ടാവും ഒരു 10 ദിവസം. അവിടുത്തെ ആറാട്ടിൻ്റെ ദിവസവും എൻ്റെ മിനിച്ചാറിൻ്റെ ബർത്ത്ഡേയും ഒരു ദിവസം. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു വീട്ടിലൊരാഘോഷം ഉണ്ടാവും. അപ്പം അങ്ങനെ ആണ് കൊട്ടാരക്കര വെക്കേഷൻ ഓർമ്മകളാണ് എനിക്ക് കൂടുതൽ. അതുപോലെ ഇപ്പം അമ്മാവനെ പറ്റി പറയുമ്പോൾ, സായി ചേട്ടനെ പറ്റി പറയുമ്പോൾ, അത് ഈ പറയുന്ന റാംജി റാവു ഒക്കെ റിലീസാവുന്ന സമയത്ത് എനിക്കൊന്ന് വളരെ ചെറുതായിരിക്കും. എന്ന് മുതലായിരിക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പല വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം വില്ലനിസം ആണെങ്കിലും കോമഡി ആണെങ്കിലും ഹീറോ ആണെങ്കിലും പല തരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മകൾ ശരിക്കും ഏത് സമയം മുതലായിരുന്നു ഉണ്ടായിരുന്നത്? അതിൽ കുഞ്ഞിലെ മുതൽ നമ്മൾ എല്ലാ സിനിമകളും കാണുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു
കൗതുകത്തിൻ്റെ വേറൊരു വശം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഫ്രണ്ട്സ് സംസാരിക്കുന്നത് അമ്മാവനാണ്, അല്ലെങ്കിൽ നീ ഇവരെ കണ്ടിട്ടുണ്ട്, നീ സിനിമ എന്ന് പറയുന്നത് അവർക്ക് വളരെ വിദൂരത്തുള്ളൊരു സംഗതിയായിരുന്നു നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പം ഞാനത് നോക്കുമ്പോൾ അതിനെന്താ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളിപ്പോൾ അഭിനയം ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ റീവാച്ച് ചെയ്യുമ്പോഴാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് എത്രത്തോളം പാടാണ് അത് അതുപോലെ ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം അത് കാണുമ്പോഴാണ്. ഇപ്പോൾ സിനിമ അന്ന് നമ്മൾ സിനിമ കാണുന്നു വിടുന്നു, ഓക്കെ അമ്മാവൻ അപ്പൂപ്പൻ എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷം അപ്പൂപ്പൻ്റെ സിനിമകൾ കാണുമ്പോഴും അമ്മാവൻ്റെ സിനിമകൾ കാണുമ്പോഴും ഒക്കെ അവർ ഓരോ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നതും അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി അത് ശരിക്കും പണി ഇല്ല എന്നുള്ളതാണ്. അത് അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഗുണമാണ് നാടകത്തിൻ്റെയും. അതെ അതെ, അത്രയും ആളുകളുമായിട്ടുള്ളൊരു. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ സീനിയർ ആക്ടേഴ്സൊക്കെ പറയും പണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു, ഇപ്പോൾ എല്ലാവരും അവർക്ക് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ. പക്ഷേ ഇന്നത്തെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു സാധനം ബിൽഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ 12th മാനൊക്കെ അതിന് വലിയൊരു എക്സാമ്പിളാണ്. കാരണം നമ്മളൊരു 10-30 ദിവസം ഈ പറയുന്ന പോലെ ഫോണും ഒന്നും റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പം അത്രയും എല്ലാവരുമായിട്ട് മിങ്കിളായി ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്കം ആ സിനിമയിലും കാണാൻ പറ്റും നമുക്ക്. സ്ക്രീനിൽ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ട് ഒരു സീൻ പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും നല്ലൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഒരു ഓർഗാനിക് ആയിട്ട് ഒരു ബോണ്ടിങ് വരുന്നത്. ഇനിയിപ്പം നമ്മൾ അമ്മയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായി വളരെ തന്മയത്വമുള്ള ഒരു പാവം അമ്മ എന്ന് പറയുന്ന ഇമേജാണ് സിനിമകളിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലും പൊതുവേ ഉള്ളത്. പക്ഷേ ഇപ്പോൾ സിനിമകളിൽ വരുന്നൊരു ട്രെൻഡ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു വില്ലനിസമുള്ള അല്ലെങ്കിൽ കുറച്ച് കോമിക്കൽ തഗ്ഗൊക്കെ പറയുന്ന അമ്മ, അങ്ങനെയൊക്കെയുള്ള അമ്മമാരിപ്പം കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഈ ഇമേജ് ഒന്ന് മാറ്റണമെന്ന് അമ്മ എപ്പോഴെങ്കിലും നമ്മൾ സിനിമയിൽ ഇപ്പം പറഞ്ഞില്ലേ അതേ ക്യാരക്ടർ തന്നെയാണ് വീട്ടിൽ. അതാണ് വളരെ മിതഭാഷിണിയാണ്, വളരെ കുറച്ച് സംസാരിക്കും, ഭയങ്കര ലൗഡായിട്ടൊന്നും സംസാരിക്കുന്നത് ഞാനങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഞങ്ങൾ വഴക്ക് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. അത് രണ്ടുപേരും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പം ഭയങ്കര സോഫ്റ്റ് ഒരു ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ കാരണം ഇപ്പോൾ അമ്മ പറയും ഇപ്പം നല്ല അമ്മമാരൊന്നും ഇല്ലല്ലോ സിനിമയിൽ എന്നാണ് അമ്മ പറയുന്നത്. സിനിമയിൽ ഇപ്പോൾ എല്ലാം ഒരു ദിവസം കഥ, ലെങ്ത് ഉള്ള കഥകളല്ലേ. അപ്പോൾ അമ്മ ഇപ്പോഴും പറയുന്നു പണ്ടത്തെ പോലെ ഡെപ്തുള്ള റിലേഷൻസ് സിനിമകളിൽ കാണുന്നില്ല. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. പണ്ട് ഒരു സിനിമ കാണുമ്പോൾ അതിനകത്ത് അമ്മ, അമ്മാവൻ, അപ്പൂപ്പൻ, മുത്തശ്ശി എന്ന് പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന സിനിമകളായിരുന്നു പണ്ട്. ഇപ്പം അതിനകത്തുനിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. അപ്പം അതമ്മ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം പഴയ പോലെ ഇപ്പം അമ്മയുടെ ഏജിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യാരക്ടേഴ്സ് സിനിമയിൽ പൊതുവേ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് പിടിക്കേണ്ട ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു തവണ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ലാത്ത അല്ലെങ്കിൽ തീരെ അങ്ങനത്തെ ഒരു താല്പര്യവും ഇല്ലാതെ ഇരുന്ന ഒരാളിൽ നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഭയങ്കര കഠിനമായിരുന്നു ആ സമയത്ത്. അതായത് ആ സമയം കാരണം എനിക്ക് എൻ്റെ ഏറ്റവും ടെൻഷനുള്ള ദിവസം ചട്ടമ്പിനാറിൽ ഞാൻ ചെയ്ത ആദ്യത്തെ ദിവസമായിരുന്നു. കാരണം അതിനകത്ത് ഞാൻ ഓക്കെ പറയുന്നത് തന്നെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടാനായിരുന്നു. കാരണം ഞാൻ അമ്മയും എല്ലാവരും ഉണ്ട് ആ ലൊക്കേഷനിൽ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അച്ഛനും ചേട്ടനും അമ്മയും അമ്മാവനും ഒക്കെ ചട്ടമ്പിനാറിൻ്റെ ലൊക്കേഷൻ പളനിയിലാണ്. അപ്പോൾ ഞാൻ ഇവരെ കാണാനാണ് ട്രിവാൻഡ്രത്ത് നിന്ന് എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രത്ത് നിന്ന് പളനിയിലെത്തി. അവിടെ നിന്ന് കറങ്ങാം, ഇവരെയും കാണാം, തിരിച്ചു വരാം എന്നുള്ള പ്ലാനിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇവർ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യാനായിട്ട് നോക്കി നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് എൻ്റെ എൻട്രി. അപ്പോൾ ലഞ്ച് ബ്രേക്ക് എന്തോ ടൈമായിരുന്നു. അപ്പോൾ മമ്മൂക്ക വീട്ടിൽ നിന്ന് ഇറങ്ങി ക്യാരവനിലേക്ക് കയറുന്നുണ്ട്, ഞാൻ ഓപ്പോസിറ്റ് പോകുന്നു. അപ്പോൾ എനിക്കങ്ങനെ പോയി സംസാരിക്കാനുള്ള പരിചയമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ച് സൈഡിൽ കൂടെ അകത്തേക്ക് കയറി. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആൻഡോ ചേട്ടനാന്ന് തോന്നുന്നു മമ്മൂക്ക വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിപ്പിക്കുന്നു. ഞാൻ എന്താ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ പരിചയപ്പെടാനായിരിക്കും അങ്ങനെയാണ് വിചാരിച്ചത്. കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, ഞാൻ പഠിക്കുന്നതിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചു. അപ്പോൾ ഷാഫിക്ക വന്നപ്പം ഇവർ അടുത്ത ഷോട്ട് റെഡിയായി പോവാണ്. അപ്പം ഇവൻ മതി എന്നും പറഞ്ഞിട്ട് മമ്മൂക്ക അങ്ങ് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ഡൗട്ട് അടിച്ചു, ഇവൻ മതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ എൻ്റെ ചിന്തയിൽ പോലും ഇല്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞാണ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് മമ്മൂക്കയുടെ ചെറുപ്പം ക്യാരക്ടർ അനു ചെയ്താൽ മതി എന്ന് മമ്മൂക്ക. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത്.
പിന്നെ ഇവരെല്ലാവരും ഷാഫിക്കയും ബെന്നി ചേട്ടനും Convince ചെയ്യാൻ എല്ലാവരും കൺവിൻസ് ചെയ്യാൻ നോക്കി. എല്ലാവരും ഇവിടെ ഇല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്, അങ്ങനത്തെ വലിയ പരിപാടികളൊന്നുമില്ല, 4 ദിവസം ഷൂട്ടേ ഉള്ളൂ, കുറച്ച് ഫൈറ്റും അങ്ങനത്തെ ഓട്ടം ചാട്ടം ഒക്കെയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രി തിരിച്ച് ട്രിവാൻഡ്രം പോയി. അപ്പോൾ ഇതേപോലെ അച്ഛൻ വിളിച്ചിട്ട്, നീ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ പോയത്, തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ചു വരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ എൻ്റെ കോസ്റ്റ്യൂം മുണ്ടാണ്. ഞാനന്ന് എനിക്ക് മുണ്ടെടുത്ത് ശീലമൊന്നുമില്ല. മുണ്ടും ഒരു ഷർട്ടും മമ്മൂക്കയ്ക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു പാച്ച് വിഗും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയി. ഒരു ഫസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു കന്നഡ പദ്യമാണ്. അപ്പം ഇത് നാട് വിട്ട് കന്നഡ പയ്യനാണല്ലോ. ഒരു കന്നഡ പദ്യം വിജയരാഘവൻ അങ്കിളാണ്. അങ്കിളിൻ്റെ ഓഫീസിൽ ഇങ്ങനെ വരുന്നു, അവിടെ ഞാൻ പാടണം, അവിടുത്തെ സ്റ്റാഫിൻ്റെ മുമ്പിൽ പാടണം. അത് എനിക്ക് ഏറ്റവും പേടിയുള്ളത് എന്താണോ അത് തന്നെയാണ് ആ സീൻ. ഒരു സ്റ്റേജിൽ കയറി 4 പേരുടെ മുന്നിൽ പാട്ട് പാടുക, അതും കന്നഡ പാട്ട്. അപ്പോൾ ഇത് രാവിലെ 6 മണിക്ക് എന്നെ ലൊക്കേഷനിൽ കൊണ്ടുപോയി മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നു, കോസ്റ്റ്യൂം ഇടുന്നു. ഉച്ചയായിട്ടും വൈകുന്നേരമായിട്ടും ഷോട്ട് എടുക്കുന്നില്ല. അപ്പോൾ രാത്രി ലാസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ ആ കോസ്റ്റ്യൂമിൽ ഫുൾ ഡേ ഞാൻ വിറച്ചിട്ട് ഞാനിത് ഓടണോ വെച്ചാൽ ഇവിടുന്ന് മുങ്ങിയാലോ എന്നൊക്കെ വരെ ആലോചിച്ച് നിന്നിട്ടാണ് ലാസ്റ്റ് ഷോട്ട് അതാണ്. പക്ഷേ അത് ആദ്യത്തെ ടേക്ക് ഓക്കെ ആയില്ല. എനിക്കത് രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ആയപ്പോഴത്തേക്ക് പേടി കാരണം ഈ വരികളൊക്കെ തെറ്റിപ്പോയായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ ടേക്ക് എന്തോ ഓക്കെ ആയി. ഷാഫിക്ക് പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ സെക്കൻഡ് ഡേ എനിക്കൊന്ന് ജനാർദ്ദൻ അങ്കിളുമായിട്ടായിരുന്നു കോമ്പിനേഷൻ, വിജയരാഘവൻ അങ്കിളുണ്ടായിരുന്നു, അമ്മാവൻ സായിമാവനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. പിന്നെ ഇതിനകത്ത് ആ ഒരു പേടി എന്ന് പറയുന്ന സാധനത്തിൽ പോയി. പിന്നെ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അത് പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു എല്ലാവരും കണ്ടിട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അങ്ങനെയാണ് ശരിക്കും പതുക്കെ ആ പേടിയും മാറിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമ, അതും ഈ പറയുന്നത് പോലെ ഞാൻ ചട്ടമ്പിനാട് ചെയ്തു. ഇതോടുകൂടി ഈ പരിപാടി നിർത്താം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്ലാനൊന്നുമില്ല. ഞാൻ തിരിച്ച് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ജോലി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ നിന്നത്. അപ്പം നിവേദ്യത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ് ഓർക്കുട്ടിൻ്റെ ഡയറക്ടേഴ്സ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് അവരെ അറിയാം, മനോജറിനെ വിനോദനെ അറിയാം. അപ്പം ഞാൻ ഇതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മിഞ്ചാൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അവർ ഇതേപോലെ 4 ന്യൂ കമേഴ്സിനെ നോക്കി നടക്കുന്ന സമയമായിരുന്നു. അപ്പം ഒന്ന് സിബി അങ്ങളുടെ മകനാണ് അഭിനയിച്ചത്, ഒന്ന് ലാലു ലക്സങ്ങളുടെ മകൻ, ഒന്ന് ഞാൻ, ഒന്ന് ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണങ്ങൾ, ഇപ്പം ഡയറക്ടർ വിഷ്ണു രാഘവ്, അപ്പം അവനാണ് അഭിനയിച്ചത്. അപ്പം ഞങ്ങൾ 4 പേരും റിമയും. അപ്പം അത് ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ ഒരു പ്രീ ഡിസ്കഷനിലൊക്കെ ചെന്നപ്പോൾ ഇവന്മാരാണ് നമ്മുടെ സെയിം ഏജ് ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു വൈബിൽ ഞാൻ ഒരു രസമായിട്ടാണ് ചെയ്തത്. അതിനകത്ത് ഈ പറയുന്ന യാതൊരു ടെൻഷൻസും ഇല്ലായിരുന്നു. നമ്മളൊരു കോളേജ് ഡേയ്സ് പോലെ എൻജോയ് ചെയ്ത് അങ്ങനത്തെ ഒരു അടിച്ചു പൊളിച്ച് നമ്മൾക്ക് ഈവൻ സീൻ പോലും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അന്നത്തെ പ്രായത്തിൽ അറിയില്ല. അതേപോലെ തമാശ കളിച്ച് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അപ്പം അത് രണ്ടും കഴിഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് ഓക്കെ ചെയ്യാൻ പറ്റും എന്ന എവിടെയോ ഒരു തോന്നൽ കുഴപ്പമില്ലായി. പക്ഷെ തീവ്രം ഈ സിനിമ ഈ പറയുന്നത് പോലെ എനിക്ക് അതിൻ്റെ പേപ്പർ വർക്ക് മുതൽ തിയേറ്ററിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വരെയുള്ള ഒരു 2-2.5 വർഷക്കാലത്തെ ഒരു സ്ട്രഗിൾ എല്ലാം ഞാൻ കണ്ടു രൂപേഷേട്ടനെ. കാരണം ഞങ്ങൾ ഓർക്കുട്ട് ഷൂട്ട് നടക്കുമ്പോഴാണ് രൂപേഷേട്ടൻ നമ്മളെ പരിചയപ്പെടുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ രൂപേഷേട്ടൻ്റെ ഈ തീവ്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, അത് സിനിമയാക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് രൂപേഷേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പോൾ അന്ന് അത് ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ കൊച്ചു പിള്ളേരാണ് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ കാലം പോകുന്നു. ഈ പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളും പോകും. അങ്ങനെ കുറേ പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നു, വർക്കാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുൽഖറിൻ്റെ സെക്കൻഡ് ഷോ എന്ന് പറയുന്നത് റിലീസാവുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി കാണുന്നു. അപ്പോൾ നമുക്ക് ദുൽഖറിനെ പോയി കണ്ടാലോ ഈ ക്യാരക്ടറിന് എന്നുള്ള രീതിയിൽ ദുൽഖറിനെ പോയി കാണുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് സിനിമ ഓണായി. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു. അപ്പം ഈ കാലയളവിലാണ് സത്യം പറഞ്ഞാൽ ഇത് റിപ്പീറ്റഡ്ലി ഇത് ഞങ്ങൾക്ക് കാണാപ്പാടമായി. തീവ്രം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓരോ ചേഞ്ച് വരുമ്പോഴും രൂപേഷ് ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ രാത്രിയിൽ എവിടെയെങ്കിലും പോയിരിക്കും, സംസാരിക്കും. അങ്ങനെ അപ്പം ഒരു ദിവസം ഇതേപോലെ രൂപേഷ് വിളിച്ചിട്ട് ഇതിനകത്ത് രാഘവൻ വില്ലൻ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ എൻ്റെ രൂപം വളരെ മെലിഞ്ഞ് മറ്റേ ഹിപ്പി സ്റ്റൈലൊക്കെ ഉള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള രാഘവനെ ഞാനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു രൂപേഷ് നിങ്ങൾക്ക് നമ്പർ എന്നെ തന്നെയാണോ, നിനക്ക് കഥ അറിയാലോ, എനിക്ക് എന്തായാലും ന്യൂ കമറിനെയാണ് വേണ്ടത്, പുതിയൊരാളെ വേണ്ട. അപ്പോൾ നിനക്കിത് മൊത്തത്തിൽ ബൈഹാർട്ടാണ്, എനിക്കിന്ന് എക്സ്ട്രാ ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല, നീ ഒന്ന് വണ്ണമൊക്കെ വെച്ച് നമുക്ക് ആ ലുക്കിലേക്ക് എത്തിയാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. ഷൂട്ട് തുടങ്ങുന്നു. അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനിലും പ്രീ പ്രൊഡക്ഷനിലും ഒക്കെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സിനിമയുടെ മൊത്തം ഒരു പ്രോസസ്സ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ശരിക്കും അതിലാണെന്ന് തോന്നുന്നു, അതിലാണ് ഞാൻ തീരുമാനിക്കുന്നത്. അവിടെയാണ് ഞാൻ പോയി ജോലി റിസൈൻ ചെയ്യുന്നതും എൻ്റെ വഴി ഇതാണെന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നതൊക്കെ തീവ്രം കഴിഞ്ഞപ്പോഴാണ്. അതെ. അപ്പം ഈ ടെക്നിക്കൽ സൈഡിനോട് ഒക്കെ ആയിരുന്നു താല്പര്യം എന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടായിരുന്നു അപ്പോൾ സിനിമയിലെ തീവ്രം കഴിഞ്ഞ പിന്നെ ഞാൻ ഇമീഡിയറ്റ് 7th ഡേ ചെയ്തു. പിന്നെ അടുപ്പിച്ച് കുറേ സിനിമകൾ അപ്പ് ചെയ്തു. പിന്നെ ഈ പറയുന്നത് പോലെ
ടെക്നിക്കൽ സൈഡിനൊക്കെ ഒരുപാട് പഠനം ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു ട്രാക്ക് മാറ്റമായിരുന്നു ആക്ടിങ്ങിലേക്ക് വന്നത്. അപ്പോൾ വീണ്ടും ഇനി റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് പഠനം ആവശ്യമുള്ളതാണ്. നമ്മൾ പെട്ടെന്നൊരു ദിവസം പോയി ക്യാമറാമാൻ ആവാൻ പറ്റില്ല. അതിന് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പഠിക്കുന്ന. അല്ല, അന്നപ്പോൾ സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല എന്നാൽ പിന്നെ ക്യാമറാമാൻ ആ രീതിയിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ആലോചിച്ചില്ല. കാരണം ഞാൻ ഇങ്ങനെ പല പല കോഴ്സുകൾ അന്ന് നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ഈ വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് എൻട്രൻസ് എഴുതി കിട്ടിയപ്പോൾ പിന്നെ അതിൽ അങ്ങനെ അങ്ങ് പോയതായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ. അപ്പം അന്ന് ചട്ടമ്പി നാട്ടിൽ അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്തിരിക്കേണ്ടതാണ്. അതെ. പിന്നീട് ഇപ്പോൾ പല തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പം സൗഹൃദങ്ങളുടെ കഥ പറയുന്ന സിനിമകൾ കൊണ്ടായിട്ടുണ്ട്. ഇപ്പം രൂപേഷ് ചേട്ടൻ്റെ ഒക്കെ കൂടെ തന്നെയും അംഗരാജ്യത്തെ യൂട്യൂബ് ബ്രൂട്ടസ്, അംഗരാജ്യത്തിൽ രൂപേഷൻ അഭിനയിച്ച സിനിമയായിരുന്നു. യൂട്യൂബ് ബ്രൂട്ടസും ഈ പറയുന്ന പോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ശ്രീനിയങ്ങളും ലാസ്റ്റ് സപ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന അത്തരം സിനിമകളിലാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുക, അതോ ഇപ്പൊ കംപ്ലീറ്റ്ലി ഒരു ആക്ടർ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയോ? അങ്ങനെ ചോദിച്ചാൽ പക്ഷേ കൂടുതലും എനിക്ക് വന്നിട്ടുള്ളത് ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരുടെ മോഡൽ. ഈവൻ ലാസ്റ്റ് സപ്പർ ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര ഒരു ഫൺ പടമാണോ എന്ന് ചോദിച്ചാലല്ലോ. അതൊരു തീവ്രമാണെങ്കിലും എല്ലാം ഒരു ഡാർക്ക് സൈഡുള്ള സിനിമകളാണ് ഞാൻ കൂടുതലും. ഞാൻ നേരത്തെ സൈഡ് ഫിലിമോഗ്രാഫി നോക്കുമ്പോൾ കൂടുതലും അങ്ങനത്തെ ഫണ്ണായിട്ട് ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നു അംഗരാജ്യത്തെ ജന്മന്മാരൊക്കെ ആയിരിക്കും. അതും ലളിതം സുന്ദരം പരിപാടിയായിരുന്നു. അങ്ങനെ ബാക്കിയെല്ലാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് അല്ലെങ്കിൽ ഇത്തിരി സീരിയസ് ത്രില്ലർ സാധനങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. മറ്റത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അനുചേട്ടൻ്റെ അടുത്തേക്ക് വരുന്ന സിനിമകളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതായത് കുറച്ചും കൂടി ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള വേഷങ്ങളാണോ ഇപ്പോൾ വരാറ്? അതിനകത്തൊരു അയ്യപ്പനും കോശിക്കും ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു വ്യത്യസ്തത എനിക്ക് വരുന്ന കഥകളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിന് മുന്നേ ഈ പറയുന്ന പോലെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു. എന്താണ്? അല്ല, ഞാൻ ചെയ്ത സിനിമകൾ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ഞാനാണെന്നോ നീയാണോ അത് ചെയ്തത് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അയ്യപ്പനും കോശിക്ക് ശേഷമാണ് അനു ചെയ്ത ക്യാരക്ടർ എന്നുള്ളൊരു സാധനം വന്നത്. അതിന് ശേഷമാണ് എന്നിലേക്ക് വന്ന സിനിമകൾക്കും ആ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ചെയ്ത സിനിമകളെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം അതിന് ലളിതം സുന്ദരമാണെങ്കിലും 21 ഗ്രാംസ് ആണെങ്കിലും ധൂമം ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പം ഇപ്പം നമുക്ക് കുറച്ചുകൂടെ എനിക്കൊന്ന് പ്രായം നമ്മുടെ മാറും തോറും അതിൻ്റെയും കൂടെ ആയിരിക്കാം. കാരണം ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ ആപ്റ്റ് ആവുന്നുണ്ടാവാം. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റുകളും വരുന്നുണ്ട്. രാജുവേട്ടൻ്റെ കൂടെ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് രാജുവേട്ടനെ പറ്റിയിട്ടുള്ളൊരു ഒരു സഹോദര തുല്യനായിട്ടുള്ളൊരു സ്പേസ് ആണോ ഉള്ളത്? അതെ. കാരണം ഞങ്ങൾ ആദ്യം കാണുന്നത് 7th ഡേ അല്ല, ഞാൻ അതിന് മുന്നേ ഞാൻ വളരെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നക്ഷത്രം കണ്ണുള്ള രാജകുമാരൻ, അവനോടൊരു രാജകുമാരൻ എനിക്കൊന്ന് ഒന്നാമത്തെ രണ്ടാമത്തെ സിനിമ എന്തോ ആണ്. അപ്പോൾ അന്ന് ഞാൻ വളരെ ചെറുതാണ്. അന്ന് അമ്മയുടെ കൂടെ ലൊക്കേഷനിൽ ഞാൻ ഒരു 10-20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ അതിനകത്ത് വേറെ സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ച രഞ്ജു എന്ന് പറഞ്ഞ ഞാനൊക്കെ ഉണ്ട്. അപ്പം രാജുവേട്ടനും പുള്ളിയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ പോയി ഇവരുടെ റൂമിലൊക്കെ പോയിരുന്ന് കളിക്കുമ്പോൾ ആ ഒരു ഓർമ്മ ഞാൻ ആണോ നീ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്ന 7th ഡേയുടെ പ്രീ ഡിസ്കഷൻ സമയത്താണ്. അപ്പം അപ്പോഴും ഈ പറയുന്നത് പോലെ മൊത്തം എല്ലാവരിലേക്കും ആ സിനിമ എത്തണം എന്ന് ഭയങ്കരമായിട്ട് നിർബന്ധമുള്ള ഒരാളാണ്. അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആക്ടേഴ്സിനും ആ സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഓരോ സീനിലും ഒരു ഡൗട്ട് ഉണ്ടാവാതെ എല്ലാവരും അതിലേക്ക് ഇന്നായിരിക്കണം എന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം നമ്മളെയൊക്കെ എല്ലാവരും, ഞാനും ടോബിയും വിനയും ജെന്നി, ഞങ്ങളെല്ലാവരെയും വിളിക്കുമായിരുന്നു സ്ക്രിപ്റ്റ് റീഡിങ് വരുമ്പോൾ. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുത്തിരുന്നോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എഴുതിക്കോ, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കുറേ നാളത്തെ ഡിസ്കഷന് ശേഷം ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. ഇനി ഇതായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവൊക്കെ എടുത്ത് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു സാധനം രാജുവിന് അന്നേ നമുക്കുണ്ടായിരുന്നു. പിന്നെ പിക്കറ്റ് 43 ചെയ്യുമ്പോഴാണെങ്കിലും അയ്യപ്പനും കോശിയും ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര നമുക്ക് അങ്ങനെ ടെൻഷൻ ഫീൽ ചെയ്യാറില്ല. ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വളരെ ഓപ്പണായിട്ട് പോയി ചോദിക്കാം. അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടും. നമ്മൾ ചെയ്യുന്ന റോങ് ആണെങ്കിൽ അതല്ലടാ അതങ്ങനെയല്ല വളരെ കറക്റ്റായിട്ട് പറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കൺവിൻസിങ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ അത് ശരിയാണല്ലോ, നമുക്ക് അങ്ങനെ നോക്കാം എന്നും പറയുന്ന തരത്തിലുള്ള
ആളാണ്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ മേഖലയിലും, അപ്പം ആക്ടിങ്ങിൽ മാത്രമല്ല, പുള്ളിക്ക് ടെക്നിക്കൽ സൈഡിൽ ഓരോ എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഡൗട്ട് വെച്ചാൽ പോലും ചിലപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അത്രയും നോളജാണ് സിനിമയെ പറ്റി. അപ്പം അത് ഭയങ്കര ഒരു നല്ലൊരു നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു ക്യാരക്ടർ ഇതാണ്. സിനിമയിലല്ലോ എത്തിപ്പെടുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യാനല്ലോ, നമ്മൾ സിനിമ ഓണായതിനു ശേഷമാണ്. ഓണായപ്പം ടൊവി ഇതേപോലെ രൂപേഷൻ്റെ അടുത്ത് അഭിനയിക്കാൻ അവസരം ചോദിച്ച് നടക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അവസരം ചോദിച്ച് നടക്കുന്ന സമയത്താണ് വേറെ എവിടെയും ഇന്റർവ്യൂലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഇല്ലില്ല. കാരണം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. ചേട്ടൻ 4 വയസ്സ് എന്തേ ഉള്ളൂ. ഒരു നെപ്പോട്ടിസം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വരുന്ന നടന്മാർ ഈ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു സംഗതി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ അനുശേഷൻ്റെ ഒരു പക്ഷെ അഭിനയിക്കാനാണ് അവൻ വന്നത്. അപ്പം അന്ന് ഇതേപോലെ എനിക്കൊരു തമിഴ് പടത്തിൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോകുന്നു, ഒരു തമിഴ് പടം ഓഡിഷൻ ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരേ സമയത്താണ് തീവ്രം ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ദിവസവും